ഷിജ, കെ.എസ്.യുവിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇത്തരം വ്യാപകമായിട്ടുള്ള അക്രമ സമരത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? തീർച്ചയായും കെ.എസ്.യുവിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു അക്രമ സമരം ഇവിടെ തുടരുന്നത് എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ വ്യാപകമായ ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് കെ.എസ്.യു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ നിയമസഭയിലേക്കാണ് ഈ മാർച്ച് തീരുമാനിച്ചതും നടത്തിയതും. പക്ഷേ നിയമസഭയിലേക്ക് മുന്നിൽ പോലീസ് തടയുകയും ഏകദേശം 20 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഇവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് പോലീസിനെ പ്രകോപിപ്പിക്കാൻ പല നീക്കങ്ങൾ നടത്തിയെങ്കിലും പോലീസ് പ്രകോപിതരാകുന്നില്ല എന്നുള്ളത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും അവിടെ നിന്നും പ്രതിഷേധവും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാൻ വേണ്ടി അവർ പൊടുന്നതിനെ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും നേരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് റോഡിലൂടെ അവർ മാർച്ച് തിരിച്ചുവിട്ട് പക്ഷേ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത് വരെയും വഴിയിലുടനീളം കണ്ടത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം വരുത്തൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും റോഡരികൾ സ്ഥാപിച്ചിരുന്ന പല ബോർഡുകളും നശിപ്പിക്കുന്ന ഒരു സമീപനം. അതോടൊപ്പം തന്നെയാണ് പോലീസ് പലയിടങ്ങളിലായി താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. അതടക്കം നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മാർച്ച് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാനുള്ളൊരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പോലീസ് അത് പരാജയപ്പെടുത്തുകയും ഏതായാലും ഇത്തരത്തിൽ ഇവിടെ എത്തിയ പ്രവർത്തകരെ ഭൂരിഭാഗം പേരെയും ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്.